എന്റെ വൈഫ്. നിനക്ക് ഓർമ്മയില്ല? ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? ഞാൻ കല്യാണം കഴിച്ചില്ലയോ? അയ്യോ, പറ. അതെ, നിനക്ക് കല്യാണം കഴിച്ചിട്ടുണ്ട്, നിനക്കൊരു കുട്ടിയുണ്ട്. എനിക്കെന്താ അതൊന്നും ഓർമ്മയില്ലാത്ത? ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ലല്ലോ. ചെങ്കു, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. പക്ഷെ അതിനുള്ള സമയപ്പോ ആയിട്ടില്ല. നീ ഇപ്പൊ ഒന്നും ചോദിക്കരുത് കേട്ടോ. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എന്നോട് ക്ഷമിക്കൂ. എനിക്ക് ഓർമ്മയില്ല കേട്ടാ. എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തൊക്കെയോ മറന്നതുപോലെ. അത് കുഴപ്പമില്ല. നിനക്കെന്താ കുഴപ്പം? കുഴപ്പം മുഴുവൻ എനിക്കല്ലേ. അയ്യോ, എന്റെ കുട്ടി എവിടെ? സിയോള് റൂമിൽ കിടന്നുറങ്ങുക. ചെങ്കുക്ക, നീ മെല്ലെ പോ. ഇപ്പോഴാണ് ഓടി പോവാ. ചെങ്കുക്കി, നീ തിരക്കില്ലാണോ? എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. അതിനെന്താ, സംസാരിക്കാലോ. ഗാർഡനിൽ പോവാ. അവിടെ ആകുമ്പോ കുറച്ച് പ്രൈവസി കിട്ടും. എന്ത് വിഷം കുത്തി കൊടുക്കാനാണ് അവളവനെ കൊണ്ടുപോണേ? ഇപ്പൊ കൊണ്ടുപോരുന്നത് നന്നായി. ഒരു ചെറിയ പരിപാടി ഉണ്ട്. ഫോൺ എവിടെ കുക്കിയില്ലേ? ഇതൊന്ന് കിട്ടണം എൻ്റെ കയ്യിൽ. കണ്ടുപിടിച്ചേ. വൈഫിനെ സേവ് ചെയ്തിരിക്കണേ. ഇതെങ്ങാനും അവൻ കണ്ട പെട്ടേനെ. ഹലോ, ഞാനെന്താ ഇവിടെ? ഷോ, പെട്ടല്ലോ. അത് ഞാൻ സിയോളെ നോക്കാൻ വന്നതാ. നോക്കി കഴിഞ്ഞില്ലേ? പോയിക്കോ. താൻ പോണില്ലേ? ഞാൻ പോവാ. ജസ്റ്റ് മിസ്സല്ലേ, ഞാൻ പെട്ടേനെ. സിയോള് നല്ല കളിച്ചതാണ്. കുറെ നേരമായി വിശക്കുന്നുണ്ടാവുമായിരിക്കും. കരച്ചിലും മെച്ചപ്പണി 18 നോക്കണ്ടല്ലോ. വിശന്നിട്ടാൻ തോന്നണ കരയിന്. യുമി എവിടെയാ? ഇവിടെ ഇല്ലാലോ. ഇവിടെ ഇല്ലാന്നോ? ഇവിടെ ഇല്ലല്ലോ. എങ്ങോട്ടാ പോയെന്ന് വല്ലതും നിനക്കറിയാവോ? എനിക്കറിയില്ല. ഇവിടെ കരച്ചിൽ ഞാൻ മാറ്റാം. ഫ്രിഡ്ജിൽ പാലുണ്ട്, അത് കൊടുക്കാതെ തൽക്കാലം. ശരി, യുമി വന്നാ ഇങ്ങോട്ട് വരാൻ പറ. എന്റെ സിയോളെ, നീ ഇത് വല്ല അറിയുന്നുണ്ടോ ഇവിടെ നടക്കുന്നത്? നീ ഇങ്ങനെ ഇവിടെ ചിരിച്ചിരിട്ടോ ജിയ. അവളോടെ നിന്റെ ഹസ്ബൻഡിനെ പൊക്കി. ജിയ, കുട്ടികളെയല്ല, എന്റെ ലൈഫാ. ഇവൻ നിന്റെ ലൈഫ് നശിപ്പിക്കാൻ നോക്കുക. എനിക്കറിയാം സാറ. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് ചെയ്യാൻ പറ്റിയേനെ. ബട്ട് യുമി തന്നത് വല്ലാത്ത പണിയായിപ്പോയി. അവളുടെ മനസ്സിലിരിപ്പതായിരുന്നു എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. വീട്ടേഴ്സും ആർമിയും ഒക്കെ ഉള്ളപ്പോ തൊട്ടേ അവൾ ഇവന്റെ പിന്നാലെ കൂടിയതാ. എനിക്ക് എപ്പോഴും ഇവളെ അവോയ്ഡ് ചെയ്ത് ഇൻസൾട്ട് ചെയ്ത് വിട്ടു. എന്നിട്ട് അവൾക്ക് മതിയായില്ല. പിന്നെ കുറഞ്ഞ നിന്നെ കിട്ടിയപ്പോഴാ. ഇപ്പോഴോ അതൊക്കെ കഴിഞ്ഞതല്ലേ. നീ എന്താ ഇങ്ങനെ പറയുന്നേ? അപ്പൊ നീ തീരുമാനിച്ചോ ജിയ? എന്ത് തീരുമാനിച്ചോ? ജങ്കുക്കിനെ യുമിക്ക് വിട്ടുകൊടുക്കാൻ? ഏയ് ഇല്ലല്ല, ഞാൻ അവൾക്ക് കൊടുക്കേ. എന്റെ കുക്കിനെ ഒരിക്കലില്ല. നീ തരണ്ടടി, ഞാനിങ്ങ് എടുത്തോളാം. പോരെ? നീ വിചാരിക്കുന്നത് പോലെ നിനക്ക് കുക്കിനെ കിട്ടില്ല യുമി. അത് നീ തീരുമാനിച്ചാ മതിയോ? കിട്ടാത്ത മുന്തിരി പൊളിക്കൂ. എങ്ങോട്ടാടി നീ പോണേ? പോവാൻ പോകുന്നിടത്തേക്ക് ഞാൻ പോവും. നിനക്കെന്താ അഹങ്കാരാ ജിയ? അതെന്താ, നിനക്ക് മാത്രം മതിയോ അതൊക്കെ? ഇവിടെ ഞാനായി പോവണം. ഞാൻ പറയുന്നതങ്ങ് കേട്ടാ മതി.
ഓ, പറയണൊക്കെ കേട്ടാ തോന്നും ഈ വീടും കമ്പനിയൊക്കെ നിന്റെ പേർക്ക് ചെങ്കൊക്കെ എഴുതി വെച്ചെന്ന്. ആടി, അധികം വൈകാതെ അതുണ്ടാവും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം അല്ലേ സാറാ? നീ പുച്ഛിച്ചോടി. ലാസ്റ്റ് നീ ഈ വീട്ടിൽ നിന്ന് പുറത്താ, കണ്ടോ നീ? എന്റെ കയ്യിൽ കുഞ്ഞുള്ളോണ്ടാ, അല്ലെ പറയാൻ പറ്റില്ല, ഞാൻ പച്ചക്കറി തന്നെ പറഞ്ഞാണ്. നിന്റെ കൂട്ടുകാരി ഉണ്ടല്ലോ, അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ഈ ഉമ്മയോട് കളിക്കാൻ വരണ്ടെന്ന് പറഞ്ഞോ? വന്നാലോ?